നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഏത് പരീക്ഷയ്ക്ക് പോയാലും, അത് ഏത് തലത്തിലുള്ള പരീക്ഷയാവട്ടെ, ഏത് പരീക്ഷയ്ക്ക് പോയാലും ഈ ഭാഗത്തു നിന്ന് ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഭാഗം പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. നമ്മളിന്ന് പഠിക്കുന്നത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. അതാദ്യം നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. ശരിക്കും ഈ നിയമത്തിൻ്റെ പേരെന്താണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്നാണ്. ചിലയിടത്ത് എഴുതിയേക്കും ദേശീയ മനുഷ്യാവകാശ നിയമം 1993, ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷേ നിയമത്തിനകത്ത് കൊടുത്തിരിക്കുന്ന പേരെന്താണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്നുള്ളതാണ്. ശ്രദ്ധിച്ചു വയ്ക്കണം. അതൊരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും ഈ നിയമത്തിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്നാണ്. ദേശീയ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. വെറുതെ മനുഷ്യാവകാശ നിയമം എന്നല്ല പറഞ്ഞേക്കുന്നത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമം നിലവിൽ വന്നത്, ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1993 സെപ്റ്റംബർ 28-ന് 1993 സെപ്റ്റംബർ 28-നാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. അത് ആ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ നിയമം ഇന്ന ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്നതായി കണക്കാക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1993 സെപ്റ്റംബർ 28-നാണ് ഈ നിയമം എന്ത് ചെയ്തത്? പ്രാബല്യത്തിൽ വന്നത്. ഇനി ആ പറഞ്ഞ നിയമത്തിൽ പറയുന്നു, നിയമം രാജ്യം മുഴുവൻ ബാധകമാണ്. രാജ്യം മുഴുവൻ ബാധകമാണ്. ഈ നിയമത്തിന്റെ ആദ്യത്തെ അധ്യായം, അതിനെ നമ്മൾ പ്രിലിമിനറി എന്ന് പറയും. ആ പറഞ്ഞ ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത് ഈ നിയമം മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്നറിയപ്പെടും. ഈ നിയമം രാജ്യം മുഴുവൻ ബാധകമാണ്. ഈ നിയമം 1993 സെപ്റ്റംബർ 28 മുതൽ പ്രാബല്യത്തിൽ വന്നതായി കണക്കാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിയമം ആരംഭിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിനകത്ത് പ്രധാനമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 8 അധ്യായങ്ങളുണ്ട്. എത്ര സെക്ഷനുകളുണ്ട്? നമ്മൾ വകുപ്പ് എന്നല്ല ഇവിടെ പറയുന്നത്, സെക്ഷനുകൾ എന്നാണ്. എത്ര സെക്ഷനുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 43 സെക്ഷനുകൾ അല്ലെ. അപ്പോൾ 8 അധ്യായങ്ങളും 43 സെക്ഷനുകളും. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമം ഭേദഗതിക്ക് വിധേയമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2 തവണ ഭേദഗതിക്ക് വിധേയമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇത് ഭേദഗതി ചെയ്യപ്പെട്ടത് 2019-ലാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. നിയമത്തിന്റെ പേര് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഈ നിയമം രാജ്യം മുഴുവൻ ബാധകമാണ്. ഈ നിയമം 1993 സെപ്റ്റംബർ 28-ന് പ്രാബല്യത്തിൽ വന്നതായിട്ട് കണക്കാക്കും. ഈ നിയമത്തിൽ 8 അധ്യായങ്ങൾ, 43 സെക്ഷനുകൾ. ഈ നിയമത്തിൽ ഏറ്റവും ഒടുവിൽ ഭേദഗതി വന്നത് 2019-ലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു കാര്യത്തിലോട്ട് വരാം. ഞാൻ പറഞ്ഞു ഇത് ആദ്യത്തെ അധ്യായം അല്ലെ. ആദ്യത്തെ അധ്യായം എന്ന് പറയുമ്പോൾ അതിന് പറയുന്നത് പ്രിലിമിനറി എന്നാണ്. ആ പ്രിലിമിനറിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം സെക്ഷൻ 1-ലാണ്. സെക്ഷൻ 2-ൽ പറയുന്നത് നിർവചനങ്ങളാണ്. ഈ നിയമത്തിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ നിർവചനങ്ങളൊക്കെ ആദ്യം കൊടുത്തിരിക്കും. അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട നിർവചനമാണ് സെക്ഷൻ 2(1)(c)യിൽ കൊടുത്തിരിക്കുന്ന നിർവചനം. സെക്ഷൻ 2(1)(c)യിൽ കൊടുത്തിരിക്കുന്ന നിർവചനം, ഈ നിയമത്തിൽ ഞങ്ങൾ കമ്മീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്ഷൻ 3-ൽ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ 2(1)(c)യില് നിർവചനം, ഏതിനെ കുറിച്ചുള്ള നിർവചനം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള നിർവചനം നൽകുന്നു.
ഇനി അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 2(1)(d) നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർവചനമാണ്. അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്, അല്ലെ, ഒരു വ്യക്തിയുടെ അന്തസ്സാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് സമത്വമാണ്, അല്ലെ. അപ്പോൾ ഈ നിയമത്തിൽ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടനയിലും മറ്റ് അന്താരാഷ്ട്ര ഈ പറഞ്ഞ ഇടപാടുകളിലുമൊക്കെ പറയുന്ന അടിസ്ഥാന മനുഷ്യാവകാശങ്ങളായിട്ടുള്ള ഏതൊക്കെയാണ്? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം, സമത്വം, പിന്നെ അത് കഴിഞ്ഞിട്ട് അന്തസ്സ് എന്നിവയാണ്. അതായത് ഇവിടെ പറയുന്ന സെക്ഷൻ 2(1)(d) പറഞ്ഞിരിക്കുന്ന നിർവചനം ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതിൻ്റെ നിർവചനമാണ്. വേറൊരു സെക്ഷൻ കൂടിയുണ്ട് 2(1)(e). 2(1)(e) ഒരു കാര്യം പറയുന്നുണ്ട്, മനുഷ്യാവകാശ കോടതികൾ, ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട്. ഹ്യൂമൻ റൈറ്റ്സ് കോർട്ടിന്റെ നിർവചനം നൽകിയിരിക്കുന്നത് സെക്ഷൻ 2(1)(e) സെക്ഷൻ 2(1)(e) ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 2(1)(n). 2(1)(n)ലും ഒരു നിർവചനമാണ് നൽകിയിരിക്കുന്നത്. സെക്ഷൻ 2(1)(n)ൽ നൽകിയിരിക്കുന്ന നിർവചനം ഈ നിയമത്തിൽ ഞങ്ങൾ സ്റ്റേറ്റ് കമ്മീഷൻ എന്ന് പറയും. സ്റ്റേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. ഈ നിയമത്തിലെ സെക്ഷൻ 21 പറയുന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് ഞങ്ങൾ ഈ നിയമത്തിൽ സ്റ്റേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതേസമയം ഞങ്ങൾ ഈ നിയമത്തിൽ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെക്ഷൻ 3 പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. ഞങ്ങൾ ഈ നിയമത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട് എന്ന് പറയുന്നത് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യാവകാശ കോടതികളെ കുറിച്ചാണ്. അതുപോലെ ഞങ്ങൾ ഈ നിയമത്തിൽ മനുഷ്യാവകാശങ്ങൾ എന്ന് പൊതുവെ പറയുന്നത് നമ്മുടെ ഭരണഘടനയിലൊക്കെ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള അടിസ്ഥാന മനുഷ്യാവകാശങ്ങളായിട്ടുള്ള ജീവിക്കാനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അന്തസ്സിനുള്ള അവകാശം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ സെക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യണം? ഒന്ന് കാണാതെ പഠിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിലെ രണ്ടാമത്തെ അധ്യായം, അല്ലെ, മൊത്തം 8 അധ്യായങ്ങളും 43 സെക്ഷനുമാണുള്ളത്. അതിലെ രണ്ടാമത്തെ അധ്യായം, അല്ലെ, ഈ നിയമത്തിലെ രണ്ടാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ സെക്ഷൻ 3 മുതൽ 11 വരെയാണ്. സെക്ഷൻ 3 മുതൽ 11 വരെയാണ്. അതിൽ സെക്ഷൻ 3 എന്താണ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഘടനയൊക്കെ പറയുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ സെക്ഷൻ 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 3, അല്ലെ. അതിൽ എടുത്തു പറയുന്നതാണ് സെക്ഷൻ 3. അതിൻ്റെ ഘടനയൊക്കെ പറയുന്നതാണ്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതാണ് ഈ പറഞ്ഞ സെക്ഷൻ 3. അപ്പോൾ അധ്യായം 2 എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച്, അതിൻ്റെ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമാണ് അധ്യായം 2. അതിനകത്ത് 3 മുതൽ 11 വരെ വകുപ്പാണ്. 3 മുതൽ 11 വരെ വകുപ്പാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ചോദിക്കാം. 1993 ഒക്ടോബർ 12, അല്ലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരമാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രാബല്യത്തിൽ വരുന്നത് 1993 സെപ്റ്റംബർ 28 അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പിന്നീടാണ് രൂപീകരിക്കപ്പെട്ടത്. അത് 1993 ഒക്ടോബർ 12 1993 ഒക്ടോബർ 12 അപ്പോൾ ഈ നിയമം നിലവിൽ വന്നതെന്ന്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടതെന്ന് എന്നുള്ളത് തരംതിരിച്ച് വ്യക്തമായിട്ട് കൂട്ടുകാർ മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? അതെവിടെയാണ്? അത് ഡൽഹിയിലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആപ്തവാക്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും വീഡിയോ അവസാനിപ്പിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, സർവഭവന്തു സുഖിന, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം, സർവഭവന്തു സുഖിന. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നൊരു ചോദ്യം. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളിപ്പോൾ പറയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയും. പക്ഷെ പരീക്ഷയ്ക്ക് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് എന്ന് അതിനകത്ത് കാണും, സുപ്രീം കോടതി എന്ന് കാണും, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് കാണും,
പിന്നെ അങ്ങനെയൊക്കെ കൊടുത്തിരിക്കുമ്പോൾ ആകെ ആശയക്കുഴപ്പമാവും. പക്ഷേ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ കലർപ്പില്ലാതെ ആശയക്കുഴപ്പങ്ങളില്ലാതെ പറയാനായിട്ട് കഴിയണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്, അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഞാനൊരു പ്രസ്താവന നടത്തുന്നു, ആ പ്രസ്താവന ശരിയാണോ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്, അല്ലെ? എന്താണ് ഭരണഘടനാ സ്ഥാപനം, എന്താണ് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം എന്ന് നിങ്ങൾക്കറിയാം. ഭരണഘടനയിൽ പറഞ്ഞ് ഉണ്ടായിട്ടുള്ള ഒരു സ്ഥാപനമാണ് എങ്കിൽ അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ, നമ്മുടെ ഭരണഘടനയിൽ 324-ാമത്തെ വകുപ്പിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ വന്നത്, അല്ലേ? അപ്പോൾ അതെന്താണ്? അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. നമ്മുടെ ഭരണഘടനയിൽ മനുഷ്യാവകാശ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടായി? അതാണ് ഈ നിയമം. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം, ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാപനം ഉണ്ടായാൽ നമ്മൾ പറയും അതിനെ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം എന്ന് പറയും. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആവട്ടെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആവട്ടെ, അതെല്ലാം എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത്, മനുഷ്യാവകാശ കമ്മീഷന് ഒരു സിവിൽ കോർട്ടിന്റെ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവന ശരിയാണ്. ഒരു സിവിൽ കോർട്ടിന്റെ ചില അധികാരങ്ങളെല്ലാം ആർക്കുണ്ട്? മനുഷ്യാവകാശ കമ്മീഷനുണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വിളിച്ചു വരുത്താനായിട്ട് പറ്റും, പരാതികളിന്മേൽ ആൾക്കാരെ വിളിച്ചു വരുത്താനായിട്ട് പറ്റും, മൊഴിയെടുക്കാനായിട്ട് പറ്റും, എന്തെങ്കിലും രേഖകൾ ഹാജരാക്കാൻ പറയാനായിട്ട് പറ്റും, രേഖകൾ പിടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള അധികാരങ്ങളൊക്കെ ആർക്കുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. ഇത് സാധാരണ ഒരു സിവിൽ കോർട്ടിന് ഉള്ളതുപോലുള്ള അധികാരമാണ്. പക്ഷെ ഒരാളെ ശിക്ഷിക്കാനുള്ള അധികാരം ആർക്കില്ല? മനുഷ്യാവകാശ കമ്മീഷനില്ല. ഇപ്പം നമ്മളൊരു പരാതിയുമായിട്ട് പോയി, ഒരു പരാതി, അപ്പം നമ്മൾ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന ഒരു പരാതിയുമായിട്ടാണ് പോയത്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ബോധ്യപ്പെട്ടു നമുക്ക് നഷ്ടപരിഹാരത്തിനുള്ള യോഗ്യതയുണ്ട്, പക്ഷെ നമുക്ക് നഷ്ടപരിഹാരം അനുവദിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന് പറ്റത്തില്ല. ആരോടെങ്കിലും നിർദ്ദേശിക്കാൻ മാത്രമേ പറ്റൂ. അത് ഈ പറഞ്ഞ നിർദ്ദേശിക്കാൻ കഴിവുള്ള സ്ഥാപനമാണ്. ഇപ്പോൾ ഗവൺമെന്റിനോട് നിർദ്ദേശിക്കാം, അവൻ ആ പറഞ്ഞ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കാൻ പറയാം. പക്ഷെ നഷ്ടപരിഹാരം എടുത്തു കൊടുക്കാൻ ആർക്ക് പറ്റത്തില്ല? അത് മനുഷ്യാവകാശ കമ്മീഷന് പറ്റത്തില്ല. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഉപദേശക സ്ഥാപനമായിട്ട് പ്രവർത്തിക്കും. അത് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അതുപോലെ തന്നെ അതൊരു അഡ്വൈസറി സ്ഥാപനമായിട്ടും ആര് പ്രവർത്തിക്കും? മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തിക്കും. സിവിൽ കോടതിയുടെ ചില അധികാരങ്ങളുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ ഒരു കോടതിയായിട്ട് പ്രവർത്തിക്കാൻ ആർക്ക് കഴിയത്തില്ല? മനുഷ്യാവകാശ കമ്മീഷന് പറ്റത്തില്ല. അപ്പൊ സിവിൽ കോർട്ടിന്റെ സ്റ്റാറ്റസ് ഇല്ല. സിവിൽ കോർട്ടിന്റെ ചില അധികാരങ്ങൾ ആർക്കുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരാളെ ശിക്ഷിക്കാൻ അങ്ങനെ ഒരു നടപടിയിലോട്ട് പോകാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനോ പറ്റത്തില്ല. അപ്പോൾ പരാതിയുമായിട്ട് വരുന്ന ഒരാൾക്ക് അയാൾക്ക് ഈ പറഞ്ഞ എന്താണ് നഷ്ടപരിഹാരം നൽകുക എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പറ്റുന്ന കാര്യമല്ല. പക്ഷെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആരോടെങ്കിലുമൊക്കെ നിർദ്ദേശിക്കാൻ പറ്റും. ഗവൺമെന്റിനോടോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളോടോ ഒക്കെ നിർദ്ദേശിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു അഡ്വൈസറി ബോഡി കൂടിയാണ് എന്നുകൂടി കൂട്ടുകാർ മനസ്സിലാക്കി വെക്കണം, അല്ലെ? അപ്പം കോടതിയുടെ ചില അധികാരങ്ങളുണ്ട്, എന്നാൽ പൂർണ്ണമായും കോടതിയല്ല. അതുകൊണ്ട് നമ്മൾ പറയും അതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, അല്ലെ? അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, എന്നാൽ അതൊരു അഡ്വൈസറി ബോഡിയാണ്, എന്നാൽ അതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, എന്നാൽ അതൊരു കോടതി ആകത്തില്ല. അത് ഒരു കോടതി അല്ല. ഒരു സിവിൽ കോർട്ടിന്റെ എന്താണ് സ്റ്റാറ്റസ് അതിനില്ല. സിവിൽ കോർട്ടിന്റെ ചില അധികാരങ്ങൾ അതിനകത്തുണ്ട്. ആ ചില അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വിളിച്ചു വരുത്താൻ, അതുപോലെ തന്നെ രേഖകൾ ഹാജരാക്കാൻ, മൊഴിയെടുക്കാൻ, അങ്ങനെയുള്ള അധികാരങ്ങളാണ് സിവിൽ കോർട്ടിന്റെ അധികാരങ്ങളാണ് ആർക്കുള്ളത്? മനുഷ്യാവകാശ കമ്മീഷനുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യങ്ങളെല്ലാം പ്രസ്താവന രീതിയിലായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കുക. അത് കാണാതെ പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല, മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സെക്ഷൻ 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. ആ സെക്ഷൻ 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങൾ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ അത് 13 ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളുണ്ട്?
13 ഈ 13 എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സ്പ്ലിറ്റ് ഉണ്ട്. 6+7 6+7 എന്ന് പറഞ്ഞാൽ 6 സ്ഥിര അംഗങ്ങൾ, 7 എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ. 6 സ്ഥിര അംഗങ്ങളും 7 എക്സ് ഒഫിഷ്യോ അംഗങ്ങളും ചേർന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആകെ അംഗങ്ങൾ എന്ന് പറയുന്നത് 13. അതിൽ സ്ഥിര അംഗങ്ങൾ എന്ന് പറയുമ്പോൾ 1+5 എന്നൊരു സ്പ്ലിറ്റ് ഉണ്ട്. 1+5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അധ്യക്ഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനെ കൂടാതെ 5 അംഗങ്ങൾ, അല്ലെങ്കിൽ മൊത്തത്തിൽ 6 അംഗങ്ങൾ അല്ലെ. സ്ഥിരാംഗങ്ങൾ 6 എന്ന് പറയുമ്പോൾ അധ്യക്ഷനെ ഉൾപ്പെടെയാണ് 6 അംഗങ്ങൾ, അല്ലെങ്കിൽ അധ്യക്ഷനെ കൂടാതെ 5 അംഗങ്ങൾ എന്ന് നമ്മൾ പറയും. അവിടെ അധ്യക്ഷനായിരിക്കേണ്ട ആൾക്ക് ഒരു നിശ്ചിത യോഗ്യത പറയുന്നുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിരിക്കേണ്ട ആൾക്ക് ഒരു നിശ്ചിത യോഗ്യത പറയുന്നുണ്ട്. എന്താണ് യോഗ്യത എന്ന് ചോദിച്ചാൽ റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. അങ്ങനെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജായാലും മതി അല്ലെ. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകാനുള്ള യോഗ്യത എന്താണ്? റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജായിരിക്കണം. റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകാൻ കഴിയൂ എന്നില്ല. അയാളുടെ അഭാവത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകാൻ കഴിയും. ഇനി അത് കഴിഞ്ഞിട്ട് 6 അംഗങ്ങളുണ്ട്. അതിൽ ഒരാളുടെ കാര്യമാണ് പറഞ്ഞത്, അധ്യക്ഷന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തയാളെന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജായിരിക്കണം. നിലവിൽ ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജായിരിക്കുന്ന ഒരാൾ സുപ്രീം കോടതി ജഡ്ജായിരിക്കണം. അങ്ങനെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജായാലും മതി. അപ്പൊ അത് രണ്ടാമത്തെ ആള്. ഇനി മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ഇനി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിലവിൽ ഇപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ഒരാളായിരിക്കണം. ഇനി അത് ഇല്ല എങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയാലും മതി. അപ്പൊ ഞാൻ ആദ്യം 3 പേരുടെ കാര്യം പറഞ്ഞു. ആദ്യം ആരുടെ കാര്യമാണ് പറഞ്ഞത്? അധ്യക്ഷൻ ആരായിരിക്കണം? അധ്യക്ഷൻ എപ്പോഴും റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജായിരിക്കണം. രണ്ടാമത്തെ ആൾ ആരായിരിക്കണം? നിലവിൽ സുപ്രീം കോടതി ജഡ്ജായിരിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജായാലും മതി. മൂന്നാമത്തെ ആളോ ഇപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജോലി നോക്കുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയാലും മതി അല്ലെ. അപ്പൊ ഇതാണ് 3 പേര്. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ 3 പേരുണ്ട്. വേറെ 3 പേരെന്ന് പറയുന്നത് മനുഷ്യാവകാശ മേഖലയിൽ പ്രാവീണ്യമുള്ള 3 വ്യക്തികൾ. ആ 3 വ്യക്തികളിൽ ഒരാൾ ആരായിരിക്കണം? വനിതയായിരിക്കണം. ആ 3 വ്യക്തികളിൽ ഒരാൾ ആരായിരിക്കണം? വനിതയായിരിക്കണം. അപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതിനകത്ത് 6 സ്ഥിര അംഗങ്ങൾ, ഒരു അധ്യക്ഷനും 5 അംഗങ്ങളും. ആരൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റണം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് പറയുന്നത് എന്താണ്? എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ. എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത് എത്ര പേരാണ്? 7 പേരാണ് അല്ലെ. 6 7 ആണ് 13. എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ 7 പേരാണ്. അതിനകത്ത് ആരൊക്കെ വരും എന്ന് ചോദിച്ചാൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ വരും. ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ. അങ്ങനെയാണെങ്കിൽ ദേശീയ പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷനും അതിനകത്ത് വരും അല്ലെ. ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷനുണ്ട്, ദേശീയ പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷനുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുണ്ട്, ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ അല്ലെങ്കിൽ ചെയർപേഴ്സൺ അതിനകത്തുണ്ട്. 3 പേരായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേശീയ പിന്നാക്ക കമ്മീഷൻ അധ്യക്ഷൻ, ദേശീയ പിന്നാക്ക കമ്മീഷൻ അധ്യക്ഷൻ അല്ലെ. അപ്പൊ ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷൻ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, പിന്നെ അത് കഴിഞ്ഞ് ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ. ഇനി അത് കഴിഞ്ഞിട്ട് ഓർത്തോണം ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. ചിലപ്പോൾ അത് നമ്മുടെ മനസ്സിനകത്ത് വരത്തില്ല. ഇതൊക്കെ വരും. പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, പിന്നാക്ക കമ്മീഷൻ, ഇതൊക്കെ നമ്മുടെ മനസ്സിനകത്ത് വരും. പെട്ടെന്ന് വരാത്ത ഒന്നാണ് ഏതാണ്? ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. 6 ബാലാവകാശ കമ്മീഷൻ. ഇനി അത് കഴിഞ്ഞിട്ട് 7 അംഗപരിമിതരുടെ അധ്യക്ഷൻ, അംഗപരിമിതരുടെ ചീഫ് കമ്മീഷണർ, അംഗപരിമിതരുടെ
ചീഫ് കമ്മീഷണർ. അങ്ങനെയാണ് 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. അപ്പോൾ 7 6 എത്ര 13 അംഗങ്ങൾ. അതിനകത്തൊരു ക്ലാരിറ്റി വേണം. ആ ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടാവും. ഇനി അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ സിഇഒ ആയിട്ടിരിക്കേണ്ട ആള്, അയാളെ പറയുന്നത് സെക്രട്ടറി ജനറൽ എന്നാണ്. ആ പോസ്റ്റിനെ പറയുന്നത് എന്താണ്? സെക്രട്ടറി ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ആ പോസ്റ്റിന് പറയുന്നതാണ് ഏത്? സെക്രട്ടറി ജനറൽ. ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന് ഭരണപരമായിട്ടുള്ള ചുമതലകളാണുള്ളത്, ജുഡീഷ്യൽ ആയിട്ടുള്ള അധികാരങ്ങളൊന്നുമില്ല. മറ്റേ ആ അംഗങ്ങൾക്കെല്ലാം എന്തുണ്ട്? ജുഡീഷ്യൽ അധികാരമുണ്ട്. അങ്ങനെയുള്ള ജുഡീഷ്യൽ അധികാരം ആർക്കില്ല? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനില്ല. അയാൾക്ക് കാര്യനിർവഹണ അധികാരം മാത്രമാണുള്ളത്. അതായത് ഭരണപരമായുള്ള കാര്യങ്ങളുടെ എല്ലാം മൊത്തം അധികാരം ആർക്കാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള സെക്രട്ടറി ജനറലിനാണ്. അപ്പം അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 6 സ്ഥിര അംഗങ്ങളുണ്ട് അല്ലെ. ആ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? അതിനൊരു സമിതിയുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 6 സ്ഥിര അംഗങ്ങളുണ്ട്. ആ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു സമിതിയുണ്ട്. ആ സമിതിയിലും 6 അംഗങ്ങളാണ്. ആ 6 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ, ആ സമിതിയിലുള്ള 6 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമന്ത്രിയാണ്. അതിൽ ഏറ്റവും പ്രധാനി ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതായത് മനുഷ്യാവകാശ കമ്മീഷനിലെ സ്ഥിര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയാണ്. അപ്പൊ ആ പ്രധാനമന്ത്രിയുണ്ട്, അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയുമുണ്ട്. ആരുണ്ട്? ആഭ്യന്തരമന്ത്രി അല്ലെ. കേന്ദ്രത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അല്ലെ. അപ്പൊ പ്രധാനമന്ത്രിയുണ്ട്, കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ലോക്സഭയുടെ അധ്യക്ഷനുണ്ട്, ലോക്സഭാ സ്പീക്കറുണ്ട്, ലോക്സഭാ സ്പീക്കർ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് ശ്രദ്ധിച്ചോ, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞില്ല, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉപരാഷ്ട്രപതി എന്ന് ചോയ്സിനകത്ത് തന്നിരിക്കും. കൊണ്ടുവന്ന് തെറ്റിക്കരുത്, ഒരു മാർക്ക് കളയരുത്. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്നല്ല പറഞ്ഞത്, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ അല്ലെ. ലോക്സഭയുടെ അധ്യക്ഷൻ, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ, 4 പേരായേ. ഇനി അത് കഴിഞ്ഞിട്ട് പ്രതിപക്ഷത്തിന്റെ കാര്യമാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഈ 6 പേരടങ്ങുന്ന സമിതിയാണ് മനുഷ്യാവകാശ കമ്മീഷനിലെ 6 സ്ഥിര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അല്ലെ. അപ്പൊ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതി, ആ സമിതിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയെ കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോക്സഭയുടെ അധ്യക്ഷൻ, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, പിന്നെ അത് കഴിഞ്ഞിട്ട് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. ശ്രദ്ധിച്ച് വയ്ക്കണം. അതും ചോദ്യം വരുന്ന ഒരു ഏരിയയാണ്, ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തെരഞ്ഞെടുത്ത അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് അല്ലെ. അത് എളുപ്പമാണ്. ഇങ്ങനെ തെരഞ്ഞെടുത്ത അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണോ രാഷ്ട്രപതിയാണോ എന്നൊക്കെ ആയിരിക്കും ചോദ്യം വരുന്നത്. ഇങ്ങനെ തെരഞ്ഞെടുത്ത അംഗങ്ങളെ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ് അംഗങ്ങളെ നിയമിക്കുന്നത്. ഈ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാഷ്ട്രപതിയുടെ മുമ്പിലാണ്. രാഷ്ട്രപതിക്ക് സൗകര്യക്കുറവുണ്ട് എങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന ഒരാളുടെ മുമ്പിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. അപ്പോൾ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാഷ്ട്രപതിയുടെ മുമ്പിലാണ്. അംഗങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ രാജിവെക്കണമെന്ന് തോന്നിയാൽ രാജിക്കത്ത് നൽകേണ്ടതും രാഷ്ട്രപതിക്കാണ്. ഇനി അംഗങ്ങളെ നീക്കം ചെയ്യാൻ പറ്റുമോ? രാഷ്ട്രപതിക്ക് അംഗങ്ങളെ നീക്കം ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം. പറ്റും എന്ന് ഉത്തരം. ഏത് സാഹചര്യത്തിലാണ് നീക്കം ചെയ്യാൻ പറ്റുന്നത് അല്ലെ? അതിന് വ്യക്തമായിട്ടുള്ള സാഹചര്യങ്ങൾ വേണം, വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവണം. അതിലൊരു കാരണമാണ് പെരുമാറ്റ ദൂഷ്യം. അന്തസ്സിന് നിരക്കുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും കുറ്റകൃത്യത്തിന് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടു, അപ്പോൾ പെരുമാറ്റ ദൂഷ്യമുണ്ട്, ഏതെങ്കിലും കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻകപ്പാസിറ്റി, കഴിവില്ലായ്മ, ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കഴിവില്ലായ്മ, തളർവാദം വന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധി മോശം സംഭവിക്കുന്നു, അൾഷിമേഴ്സ് ഒക്കെ സംഭവിക്കാമല്ലോ. അങ്ങനെയുള്ള ഇൻകപ്പാസിറ്റി, അല്ലെങ്കിൽ ചിത്തഭ്രമം, അത് വേറൊരു ഗ്രൗണ്ടാണ്. ചിത്തഭ്രമം അതായത് ചെവിയിൽ പൂ വിരിയുന്നു, അതായത് എന്താണ്? അയാൾക്കിപ്പോൾ മാനസിക
അസ്വാസ്ഥ്യമുണ്ട്, ചിത്തഭ്രമം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു സാഹചര്യമുണ്ട്. എന്താണ്? പാപ്പരായി മാറുക, ഇൻസോൾവൻ്റ് ആവുക. അതായത് പാപ്പരായി മാറുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ എന്തെങ്കിലും തരത്തിൽ ആനുകൂല്യം പറ്റുമ്പോൾ തന്നെ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഈ പറഞ്ഞ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നത് ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഈ പറഞ്ഞ രാഷ്ട്രപതിക്ക് ആരെ നീക്കം ചെയ്യാം? ഈ അംഗത്തെ നീക്കം ചെയ്യാം. അപ്പൊ റിമൂവൽ പറ്റുമോ? പറ്റും. ആർക്കാണ് പറ്റുന്നത്? അത് രാഷ്ട്രപതിക്കാണ്. രാജിക്കത്ത് ആർക്കാണ് നൽകേണ്ടത്? രാഷ്ട്രപതിക്കാണ്. ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ്. തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് 6 അംഗ സമിതിയുണ്ട്. അതിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. അതിനകത്ത് രാജ്യസഭയുടെ അധ്യക്ഷനുണ്ടോ? ഇല്ല. രാജ്യസഭയുടെ ഉപാധ്യക്ഷനാണ് ഉള്ളത്. അപ്പൊ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കാലാവധി. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. അല്ലെങ്കിൽ 70 വയസ്സുവരെ. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതുവരെ, അല്ലെ? അപ്പൊ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് എന്ത്? ഇവരുടെ കാലാവധി. 68 വയസ്സിലാണ് ഇയാൾ അംഗമായത്. അങ്ങനെയാണെങ്കിൽ 3 കൊല്ലം കഴിയുമ്പോൾ 71 പോകും. അപ്പോൾ 70 വയസ്സിൽ റിട്ടയർ ആവും. 65 വയസ്സിലാണ് അംഗമായത്. 3 കൊല്ലം കഴിയുമ്പോൾ 68 ആവത്തുള്ളൂ, 70 ആവത്തില്ല. പക്ഷെ ആദ്യം വന്നത് 3 കൊല്ലം കഴിഞ്ഞതാണ്. അപ്പോൾ എന്താവും? അംഗത്തിന്റെ കാലാവധി തീരും, അല്ലെ? അപ്പൊ അതാണ്. അപ്പോൾ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇവരെ പുനർനിയമിക്കാൻ പറ്റുമോ? ഒരിക്കൽ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിരുന്ന ഒരാളെ വീണ്ടും നിയമിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദ്യം. പറ്റുമെന്ന് ഉത്തരം. പക്ഷെ വേറൊരു കാര്യം പറയാം. ഇവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അല്ലെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായിരുന്ന ഒരാൾക്ക് പിന്നീട് ഈ പറഞ്ഞ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ജോലി സ്വീകരിക്കാൻ, പദവികൾ സ്വീകരിക്കാൻ കഴിയില്ല, അല്ലെ? അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിരുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ സർക്കാർ പദവികളിൽ ഈ പറഞ്ഞു വരാനായിട്ട് സാധിക്കത്തില്ല. പുനർനിയമനത്തിന് യോഗ്യത ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ പ്രസ്താവനയായിട്ട് വരും. അപ്പോഴാണ് കുഴഞ്ഞു പോകുന്നത്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കാം. ചില കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വച്ചത്. ശരി, അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു അന്വേഷണ വിഭാഗമുണ്ട്. അതിനൊരു തലവനുണ്ട്. അദ്ദേഹം ഏത് റാങ്കിലുള്ള ആളായിരിക്കണം, അല്ലെ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗം തലവൻ ഏത് റാങ്കിലുള്ള ആളായിരിക്കണം എന്ന് ചോദിച്ചാൽ DGP റാങ്കിൽ കുറയാൻ പാടില്ല എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ പറ്റും, അല്ലെ? പക്ഷേ ആ അന്വേഷണം നടത്തുന്നത് അല്ലെങ്കിൽ ആ പരാതി എന്ന് പറയുന്നത് 1 വർഷത്തിന് മുമ്പുള്ളതാകാൻ പാടില്ല. അപ്പോൾ അതായത് 1 വർഷം മുമ്പ് വരെയുള്ള കേസുകൾ മാത്രമേ അന്വേഷിക്കാനായിട്ട് പറ്റൂ. അപ്പോൾ പരാതി 1 വർഷത്തിന് ഇപ്പുറമുള്ളതായിരിക്കണം. 1 വർഷത്തിന് മുമ്പുള്ള കേസുകളിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് അന്വേഷണം പറ്റത്തില്ല. അത് മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു പോരായ്മയായിട്ട് കൂടി കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. 1 വർഷം വരെ പഴക്കമുള്ള കേസുകളിൽ മാത്രമേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ? അന്വേഷണം നടത്താനായിട്ട് പറ്റൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്, മനസ്സിൽ വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം വരും ഒന്ന് അറിഞ്ഞു വച്ചിരിക്കുന്നത് നല്ലതാണ്. ആ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നിയമത്തിൽ ഇങ്ങനെ നമ്പർ ഇട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി വയ്ക്കണം. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന ഒരു കാര്യമാണ് ഗവേഷണങ്ങളിൽ പ്രോത്സാഹനം. ഈ ഗവേഷണങ്ങളിൽ പ്രോത്സാഹനം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ഗവേഷണമാണ്? മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, മനുഷ്യാവകാശ രംഗത്തെ ഗവേഷണങ്ങൾ പ്രോത്സാഹനം നൽകുക. പിന്നെ അത് കഴിഞ്ഞിട്ട് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം. നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾക്ക് അവകാശമുണ്ട്, ഇന്നതൊക്കെ നിങ്ങളുടെ മനുഷ്യാവകാശങ്ങളാണ്, ഇതൊക്കെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് എന്ന് നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്കത് മനസ്സിലാവുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബോധവൽക്കരണം സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുക. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് സർക്കാരുകൾക്ക് നിർദ്ദേശങ്ങൾ. ഇവിടെ ഒരു ചോദ്യത്തിന് സാധ്യതയുണ്ട്. സർക്കാരുകൾക്ക് നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ നൽകാം. സർക്കാരുകൾ എന്ന് പറയുമ്പോൾ അവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്നത് ആർക്കാണ് എന്ന് ചോദിക്കും.
അത് കേന്ദ്ര സർക്കാരിനാണ്, സംസ്ഥാന സർക്കാരിനാണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എന്ന് തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടും ശരിയാണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും മനുഷ്യാവകാശ കമ്മീഷന്, ഏത് മനുഷ്യാവകാശ കമ്മീഷൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഉപദേശങ്ങൾ നൽകാനായിട്ട് പറ്റും, നിർദ്ദേശങ്ങൾ നൽകാനായിട്ട് പറ്റും. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഉദ്ദേശം തന്നെ അതാണ്. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഉപദേശിക്കുക എന്ന് പറയുന്നതും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ അത് രണ്ട് സർക്കാരുകൾക്ക് നിർദ്ദേശം കൊടുക്കാനായിട്ട്, ഉപദേശം കൊടുക്കാനായിട്ട് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന് കഴിയും. ഇനി അത് കഴിഞ്ഞിട്ട് പരാതികളിൽ പരിശോധന. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ പരാതികളുണ്ടെങ്കിൽ അതിൽ പരിശോധന നടത്താൻ ആർക്ക് പറ്റും? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പറ്റും. പക്ഷെ പരാതികൾ ഒരു വർഷത്തിന് ഇപ്പുറമുള്ളതായിരിക്കണം. അതിന് മുകളിലുള്ളത് പറ്റോ? ഇല്ല. അപ്പോൾ പരാതികൾ ഒരു വർഷത്തിന് ഇപ്പുറമുള്ള പരാതികളിന്മേൽ പരിശോധന നടത്താൻ ആർക്ക് അവകാശമുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് അവകാശമുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് തടവുകാരുടെ ജീവിത സാഹചര്യങ്ങൾ. തടവുകാരുടെ ജീവിത സാഹചര്യങ്ങൾ വിലയിരുത്തി അതിനു വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ആർക്ക് പറ്റും? മനുഷ്യാവകാശ കമ്മീഷന് പറ്റും. അല്ലെ, തടവുകാർക്കും എന്താണ് ഈ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ ഉണ്ട്. ആ തടവുകാരുടെ മനുഷ്യാവകാശങ്ങളൊക്കെ പഠിച്ച്, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാനൊക്കെ ആർക്ക് പറ്റും? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭരണഘടനാ വ്യവസ്ഥകൾക്ക് ശുപാർശ. മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് മാറ്റണമെങ്കിൽ, അങ്ങനെയുള്ള ഭരണഘടനാ വ്യവസ്ഥകൾക്ക് ശുപാർശ ചെയ്യാനും ആർക്ക് കഴിയും? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കഴിയും. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിനകത്തുണ്ടാവും. ചോയ്സ് കാണുമ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഉത്തരത്തിലോട്ട് വരാനായിട്ട് പറ്റും. പക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടോട്ട് വരാനായിട്ട് പറ്റത്തില്ല. അപ്പം അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു പോയിൻ്റാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകും. അല്ലേ, അപ്പോൾ സർക്കാർ ഫണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വാർഷിക റിപ്പോർട്ട് നൽകണം. വാർഷിക റിപ്പോർട്ട് ആർക്കാണ് നൽകേണ്ടത്? പ്രസിഡന്റിന്, കേന്ദ്ര സർക്കാരിന്, പാർലമെന്റിന്, സുപ്രീം കോടതിക്ക് എന്നൊക്കെ പറഞ്ഞ് ചോയ്സ് തന്നിരിക്കും. വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്, രാഷ്ട്രപതിക്കല്ല. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. രാഷ്ട്രപതിയുടെ മുമ്പിലാണ് ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ റിപ്പോർട്ട് നൽകേണ്ടത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര സർക്കാരിനാണ് എന്നുള്ളത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം, കേന്ദ്ര സർക്കാരിന് മാത്രമേ റിപ്പോർട്ട് നൽകൂ എന്നില്ല. ആ റിപ്പോർട്ട് ആർക്ക് നൽകും? സംസ്ഥാന സർക്കാരുകൾക്കും നൽകും. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകാറുണ്ട്, സംസ്ഥാന സർക്കാരിനും നൽകാറുണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. അങ്ങനെ കേന്ദ്ര സർക്കാരിന് നൽകുന്ന റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യും? പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കും. അതായത് നാട്ടുകാരെ അറിയിക്കും. അല്ലെ, അതായത് മനുഷ്യാവകാശ കമ്മീഷൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമ്പോൾ, റിപ്പോർട്ട് കൊടുക്കുമ്പോൾ, കേന്ദ്ര സർക്കാർ അത് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ അത് എന്താണ് അതിനകത്ത് അർത്ഥമാക്കുന്നത്? 140 കോടി ജനങ്ങളുടെ മുമ്പിൽ മനുഷ്യാവകാശ കമ്മീഷൻ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വിവരം എത്തിച്ചു എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ശരിയാണോ? അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ നിങ്ങൾക്കറിയാം, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അല്ലെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ആദ്യത്തെ അധ്യക്ഷൻ. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റു ചില അധ്യക്ഷന്മാരുടെ പേരെങ്കിലും ഒന്ന് കേട്ടു പോകണം. താഴെ തന്നിരിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ അല്ലാത്തത് ആയിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ തന്നിരിക്കും. നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദ്യകർത്താവ് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അടുത്തത് മനസ്സിലാക്കി വെക്കണം. രണ്ടാമത്തെ ആളൊന്നും പഠിക്കേണ്ട, MN വെങ്കടചെല്ലയ്യ. MN വെങ്കടചെല്ലയ്യ എന്ന് പറയുന്നയാൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു എന്ന് ഞാൻ പറയാണ്. ശരിയോ തെറ്റോ? അപ്പൊ അത് ശരിയെന്ന് പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരാളായിട്ടുണ്ട്, അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ആദ്യത്തെ ആൾ ജസ്റ്റിസ് രംഗനാഥ മിശ്ര, രണ്ടാമത്തെ ആൾ MN വെങ്കടചെല്ലയ്യ, പിന്നെ അത് കഴിഞ്ഞിട്ട് ജസ്റ്റിസ് JS വർമ്മ. അപ്പൊ അത്
ശ്രദ്ധിച്ചു വെക്കണം. ജസ്റ്റിസ് JS വർമ്മ അയാളും ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് AS ആനന്ദ്, JS വർമ്മയുണ്ട്, AS ആനന്ദുണ്ട്, വെങ്കടചെല്ലയ്യുണ്ട്. വെങ്കടചെല്ലയ്യുണ്ട്, ആനന്ദുണ്ട്, വർമ്മയുണ്ട്. ആനന്ദുണ്ട്, വർമ്മയുണ്ട്, വെങ്കടചെല്ലയ്യുണ്ട്. അല്ലെ, ജസ്റ്റിസ് രംഗനാഥ മിശ്രയെ നമുക്ക് അറിയാം അല്ലെ, ആദ്യത്തെ ആളാണ്. അപ്പൊ ആനന്ദുണ്ട്, വെങ്കടചെല്ലയ്യുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് വർമ്മയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു രാജേന്ദ്ര ബാബു മലയാളിയല്ല കേട്ടോ, രാജേന്ദ്ര ബാബു. പിന്നെ അത് കഴിഞ്ഞിട്ട് KG ബാലകൃഷ്ണൻ, മലയാളിയാണ് കേട്ടോ. എത്രാമത്തെ ആളാണ്? 6ാമത്തെ. എണ്ണി നോക്കുമ്പോൾ 6ാമത്തെ ആളാണെന്ന് മനസ്സിലാവും. 1 2 3 4 5 6. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 6ാമത്തെ അധ്യക്ഷൻ. 6ാമത്തെ അധ്യക്ഷൻ മലയാളിയാണ്, KG ബാലകൃഷ്ണൻ. ദളിത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. ആര്? KG ബാലകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിരുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും KG ബാലകൃഷ്ണനാണ്. അപ്പോൾ 6ാമത്തെ വ്യക്തിയാണ് മലയാളി KG ബാലകൃഷ്ണൻ. ശ്രദ്ധിച്ചു വെക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനായിരുന്ന ഏക മലയാളി KG ബാലകൃഷ്ണൻ. 6. ഇനി അത് കഴിഞ്ഞിട്ട് HL ദത്തു. ഒരു പക്ഷെ നിങ്ങൾ കേട്ട് കാണും. HL ദത്തു അരുൺകുമാർ മിശ്ര. തൊട്ടു മുമ്പ് അദ്ദേഹമായിരുന്നു അരുൺകുമാർ മിശ്ര. ഇപ്പോഴത്തെ ആള്, അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 9ാമത്തെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ B രാമസുബ്രഹ്മണ്യൻ. അപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് കുറച്ച് പേരുകളുണ്ട്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയുണ്ട് അല്ലെ, പിന്നെ അത് കഴിഞ്ഞിട്ട് B രാമസുബ്രഹ്മണ്യനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അരുൺകുമാർ മിശ്ര ചിലപ്പോൾ കാണും. KG ബാലകൃഷ്ണൻ, വെങ്കടചെല്ലയ്യ, ആനന്ദ്, വർമ്മ, രാജേന്ദ്ര ബാബു, HL ദത്തു. ആ പേരുകൾ കൂടി ഓർത്തു വയ്ക്കുക. അവരൊക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷരായിട്ട് ഇരുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യം. ജസ്റ്റിസ് ഫാത്തിമ ബീവി, മലയാളിയാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് ചെയർപേഴ്സൺ ആയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ പറയുന്നത് ശരിയാണോ? അല്ല. പിന്നെന്താണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ടൊരു ബന്ധമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാകുന്ന ആദ്യ വനിത, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാകുന്ന ആദ്യ വനിതയാരെന്ന് ചോദിച്ചാൽ മലയാളിയായിട്ടുള്ള ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. അടുത്തൊരു ചോദ്യം. ജസ്റ്റിസ് സിറിയക് ജോസഫ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു എന്ന് ഞാൻ പറയാണ്. ശരിയാണോ? അല്ല. 9 പേരാണ് ഇതുവരെ ഇരുന്നത്. ആ 9 പേരും നമ്മൾ പഠിച്ചതാണ്. ആ കൂട്ടത്തിൽ ജസ്റ്റിസ് സിറിയക് ജോസഫ് ഇല്ല. പിന്നെ ജസ്റ്റിസ് സിറിയക് ജോസഫിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് അധ്യക്ഷനായിട്ടിരുന്നത്, ആക്ടിംഗ് ചെയർമാനായിട്ടിരുന്നത് ഈ പറഞ്ഞ അദ്ദേഹമാണ്, മലയാളിയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാനായിരുന്ന മലയാളി ആര് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് സിറിയക് ജോസഫ് എന്ന് പറയാം. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അധ്യായം 5. അധ്യായം 2ലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞത്. അതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച്, അതിൻ്റെ ഘടനയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒക്കെ പറഞ്ഞത് സെക്ഷൻ 3ലാണ് അല്ലെ. ഇവിടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഏത് അധ്യായത്തിലാണെന്ന് ചോദിച്ചാൽ അധ്യായം 5ലാണ്. അധ്യായം 5 എന്ന് പറയുമ്പോൾ 21 മുതൽ 29 വരെ സെക്ഷൻ. അതിൽ സെക്ഷൻ 21ലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഏതിലാണ്? സെക്ഷൻ 21ലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ 1998 ഡിസംബർ 11നാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് 1998 ഡിസംബർ 11നാണ് അല്ലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് 1993 ഒക്ടോബർ 12നാണ്. അതേസമയം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 98 ഡിസംബർ 11 അല്ലെ. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്, ശരിയായുള്ള പ്രസ്താവനയാണ്. ഇതൊരു കോസി ജുഡീഷ്യൽ സ്ഥാപനമാണ്, ശരിയായ പ്രസ്താവനയാണ്. ഇതൊരു അഡ്വൈസറി സ്ഥാപനമായിട്ട് പ്രവർത്തിക്കും, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സിവിൽ കോർട്ടിന്റെ ചില അധികാരങ്ങളുണ്ട്, ശരിയായ പ്രസ്താവനയാണ്. ശിക്ഷിക്കാൻ അധികാരമില്ല, ശരിയായ പ്രസ്താവനയാണ്. ഇതൊക്കെ നേരത്തെ പഠിച്ച അതേ കാര്യങ്ങൾ ഇവിടെയും ബാധകമാണ് അല്ലെ. സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണല്ലോ, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നത് തന്നെയാണ്.
അടുത്തത്, ഇനി ഈ പറഞ്ഞ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 3 അംഗങ്ങളാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങൾ അല്ലെ. അവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 6 സ്ഥിര അംഗങ്ങളും 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും, മൊത്തത്തിൽ 13 അംഗങ്ങൾ. ഇവിടെ എത്രയേ ഉള്ളൂ? 3 അംഗങ്ങൾ. ആ 3 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള സ്പ്ലിറ്റ് എന്താണ്? ഒരു അധ്യക്ഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റ് 2 അംഗങ്ങൾ. ഒരു അധ്യക്ഷൻ, മറ്റ് 2 അംഗങ്ങൾ അല്ലെ. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാകാൻ വേണ്ട യോഗ്യത എന്താണ് എന്ന് ചോദിച്ചാൽ ഹൈക്കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ഹൈക്കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കിട്ടിയില്ല എങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജായാലും മതി അല്ലെ. അപ്പോൾ അവിടെയാണെങ്കിലോ ദേശീയ തലത്തിൽ നമ്മൾ പറഞ്ഞ എന്താണ്? സുപ്രീം കോടതി റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം. ഇവിടെയോ? ഇവിടെ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് ആയാലും മതി. ഇതാണ് ഈ പറഞ്ഞ അധ്യക്ഷന് വേണ്ട യോഗ്യത. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വ്യക്തിയോ? രണ്ടാമത്തെ വ്യക്തി നിലവിൽ ഹൈക്കോടതി ജഡ്ജായിരിക്കുന്ന ആളായിരിക്കണം. നിലവിൽ ഹൈക്കോടതി ജഡ്ജായിരിക്കുന്ന ആളായിരിക്കണം. അങ്ങനെ ഒരാളെ കിട്ടിയില്ല എങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജായാലും മതി. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജായാലും മതി. രണ്ടാമത്തെ ആള്. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് മനുഷ്യാവകാശ മേഖലയിൽ നൈപുണ്യമുള്ള ഒരു വ്യക്തിയായിരിക്കണം. മൂന്നാമത്തെ ആളെന്ന് പറയുമ്പോൾ മനുഷ്യാവകാശ മേഖലയിൽ നൈപുണ്യമുള്ള ഒരു വ്യക്തിയായിരിക്കണം. അപ്പോൾ മൊത്തം എത്ര വ്യക്തികളായി? 3 പേരായി, 3 അംഗങ്ങളായി. ഒരു അധ്യക്ഷനും 2 അംഗങ്ങളും. ഇനി അത് കഴിഞ്ഞിട്ട് നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഇവിടെയും നമുക്ക് പഠിക്കേണ്ടതല്ലേ ഇവരെ തെരഞ്ഞെടുക്കുന്ന സമിതി. ഇവരെ തെരഞ്ഞെടുക്കുന്ന സമിതി ഉണ്ടല്ലോ, ആ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ആരൊക്കെയാ ഉള്ളത്? ഒന്ന് മുഖ്യമന്ത്രി ഉണ്ടാവും. അതുപോലെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഉണ്ടാവും. സംസ്ഥാന ആഭ്യന്തരമന്ത്രി നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിന്റെ കാര്യം നോക്കുമ്പോൾ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയൊക്കെ ഒരാളാണ് അല്ലെ. അപ്പോൾ മുഖ്യമന്ത്രി ഉണ്ടാവും, സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞിട്ട് നിയമസഭാ സ്പീക്കർ, പിന്നെ ആര്? പ്രതിപക്ഷ നേതാവ് അല്ലെ, നിയമസഭാ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ തെരഞ്ഞെടുക്കുന്ന സമിതി, ആ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, പിന്നെ അത് കഴിഞ്ഞിട്ട് നിയമസഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, ഇവർ 4 പേരാണ് ആ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ വരുന്നത് അല്ലെ. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, വേറൊരു സ്ഥലത്ത് പറഞ്ഞു, അത് നിങ്ങൾക്ക് അറിയാം. എന്താണ്? ഈ 3 അംഗങ്ങൾ മാത്രമല്ല ഉള്ളത്, അവിടെ പിന്നെ എന്തുകൊണ്ട് ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടി കാണും അല്ലെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കാണും, CEO കാണും. ആ CEO അറിയപ്പെടുന്നത് സെക്രട്ടറി എന്നുള്ള പേരിലാണ്. ദേശീയ തലത്തിൽ അത് സെക്രട്ടറി ജനറലാണ്. ഇവിടെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സെക്രട്ടറി എന്നുള്ള പേരിൽ അറിയപ്പെടും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന് ജുഡീഷ്യൽ അധികാരങ്ങളൊന്നും കാണൂല. കാര്യനിർവഹണ വിഭാഗം മൊത്തം നോക്കുന്നത് ആരായിരിക്കും? ഈ പറഞ്ഞ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള സെക്രട്ടറി ആയിരിക്കും. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഭാഗത്തോട്ട് വരാം. ഇവരെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഗവർണറാണ്. നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. രാജിക്കത്ത് കൊടുക്കേണ്ടത് ആർക്കാണ്? ഗവർണർക്കാണ്. സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ആരുടെ മുമ്പിലാണ്? ഗവർണർക്കോ ഗവർണർ നിർദ്ദേശിക്കുന്ന ഒരാളുടെ മുമ്പിലോ അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ പറയും, ഗവർണർ എന്ന് പറയും. പക്ഷേ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഗവർണർ എന്ന് പറയരുത്. അത് ആർക്കാണുള്ളത്? രാഷ്ട്രപതിക്കാണുള്ളത്. ഗവർണർ എന്ന് പറയരുത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള അധികാരം ഗവർണർക്കല്ല, തെറ്റിപ്പോകുന്നതാണ്. ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് അല്ലെ. രാഷ്ട്രപതി നീക്കം ചെയ്യുന്നതിന് ചില സാഹചര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒരാൾ പാപ്പരായിട്ട് മാറുമ്പോൾ, പെരുമാറ്റ ദൂഷ്യമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി, ആ ജോലി ചെയ്യാൻ കഴിവില്ലാത്ത സാഹചര്യത്തിൽ, ചിത്തഭ്രമം ബാധിക്കുമ്പോൾ, ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന ജോലി ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പ്രസിഡന്റിന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യാം. ഗവർണർക്ക് അതിന് കഴിയില്ല. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇവരുടെ കാലാവധിയോ? അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതിലേതാണോ ആദ്യം അതുവരെ. ഇവർക്ക് പുനർനിയമനത്തിന് സാഹചര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പുനർനിയമനത്തിന് ഇവർ യോഗ്യരാണ്. ഇവര് യോഗ്യരാണ്. ഇനി അത് കഴിഞ്ഞിട്ട്
ഇവര് റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കാണ്? ഇവരെന്ന് പറഞ്ഞ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന സർക്കാരിനാണ്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അത് കേന്ദ്ര സർക്കാരിനും കൊടുക്കും, സംസ്ഥാന സർക്കാരിനും കൊടുക്കും. ഇവിടെ ഇത് ആർക്കേ കൊടുക്കൂ? സംസ്ഥാന സർക്കാരിന് മാത്രമേ കൊടുക്കൂ. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്, ഗവർണർക്കല്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഇവർക്കും ഒരു അന്വേഷണ തലവനുണ്ട് അല്ലേ? ഇവരുടെ പ്രവർത്തനം എന്താണ്? നേരത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യത്തിൽ പ്രവർത്തനം പറഞ്ഞല്ലോ, അതൊക്കെ ഇവർക്കും ഉള്ളത് തന്നെയാണ് അല്ലേ? ഇവര് ഈ പറഞ്ഞ അന്വേഷണ തലവൻ ആരാണ്? അന്വേഷണ തലവൻ ആരെന്ന് ചോദിച്ചാൽ IG റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യത്തിൽ DGP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ. ഇവിടെ ആവുമ്പോൾ IG റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് പരീദ് പിള്ളയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് പരീദ് പിള്ള. ആരാണ്? ജസ്റ്റിസ് പരീദ് പിള്ളയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ. നിലവിലത്തെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അലക്സാണ്ടർ തോമസ്. നിലവിലത്തെ അധ്യക്ഷൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ് നിലവിലത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. ചോയ്സിൽ അലക്സാണ്ടർ ജേക്കബ് എന്ന് തന്നിരിക്കും, തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, അലക്സാണ്ടർ തോമസ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. തീർന്നോ? ഒരു കാര്യം കൂടിയുണ്ട്, അതൊരു മാർക്കുമാണ്. ഏതാണ്? ഈ പറഞ്ഞ മനുഷ്യാവകാശ നിയമത്തിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 അതിൽ അധ്യായം 6, മൊത്തം 8 അധ്യായം 43 സെക്ഷൻ എന്നാണ് പറഞ്ഞത്. അതിൽ അധ്യായം 6 എന്തിനെ കുറിച്ച് പറയുന്നു? മനുഷ്യാവകാശ കോടതികൾ അല്ലെ? മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പറയുന്നത് ഏത് അധ്യായത്തിലാണെന്ന് ചോദിച്ചാൽ അധ്യായം 6 സെക്ഷൻ 30. അധ്യായം 6 സെക്ഷൻ 30 ഏതിനെ കുറിച്ച് പറയുന്നത്? മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കണം. അങ്ങനെയാണ് എങ്കിൽ ഈ ഭാഗത്ത് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഇനി ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളൊരു വിലയിരുത്തൽ നടത്തണം. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും മടിക്കരുത്. അങ്ങനെയുള്ള പ്രോത്സാഹനങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ് ചെയ്യാനുള്ള ഊർജം ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അത് നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.